ഹലോ. അപ്പോൾ നമ്മുടെ കുമരകത്ത് പുതിയൊരു ടൂറിസ്റ്റ് സ്പോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വലിയമട വാട്ടർ ഫ്രണ്ട് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ ഇന്ന് അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ ഒരു മതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ടാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം ഇതെന്തൊക്കെയാണ്, ഇതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഒരു 2-3 മാസമൊക്കെ ആയിട്ടുള്ളത് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്. നമുക്കിതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ സ്വന്തം കുമരകത്ത് ഇനി പുതിയൊരു ടൂറിസ്റ്റ് സ്പോട്ട് ഓപ്പൺ ആയിരിക്കുകയാണ്. നമ്മളെപ്പോഴും ഹൗസ് ബോട്ടും കാര്യങ്ങളും അല്ലെ ടെർമിനലും പക്ഷി സങ്കേതം ഒക്കെയല്ലേ കാണുന്നത്. അതൊക്കെ മാറ്റിവെച്ച് ഇനി നമുക്ക് പുതിയൊരു സ്ഥലത്തേക്ക് കയറാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോട്ട്. മുഴുവൻ ചെടികളൊക്കെ നിരത്തി ഫുൾ ഫ്ലോട്ടൈൽ ചെയ്ത് നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു അടിപൊളി സ്പേസാണ്. എല്ലാവർക്കും വന്നിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുമ്പം അവർക്കും ചില്ല് ചെയ്യാനും അവർക്ക് കളിക്കാനും ഒക്കെ ആയിട്ട് നല്ല കുഞ്ഞൊരു മിനി പാർക്ക് അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അവർക്കും ഒരു ബോറടി വരത്തില്ല. പിന്നെ പ്രായമായവരെയും കൊണ്ട് വന്നാൽ അവർക്ക് ഇരിക്കാനും ഒക്കെ ഉള്ള ഒരു ഏറെ ഫെസിലിറ്റീസ് അവിടെയുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് വന്ന് കാണുക. അങ്ങനെ ഇത് നമ്മൾ കയറി വരുന്നതിൻ്റെ റൈറ്റ് സൈഡാണ്. റൈറ്റ് സൈഡ് ഫുൾ ഇങ്ങനത്തെ ചാല് ബെഞ്ചുകളാണ് വെച്ചിരിക്കുന്നത്. അങ്ങ് അറ്റം വരെ ഉണ്ട് കേട്ടോ. 5 ഏക്കർ സ്ഥലം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ. ഇരുന്ന് മാക്സിമം ഫ്രീ ആവാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ്. പിന്നെ നമ്മൾ പോകുന്നത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ്. ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ആദ്യം തന്നെ ഒരു വോളിൽ നല്ല അടിപൊളി ഒരു പെയിൻറ്റിങ് ആണ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയാണ് കാണാനായിട്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫ്രണ്ട് വശത്ത് തന്നെയാണ് അതിൻ്റെ മ്യൂസിക് ഫൗണ്ടൈൻ എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ട്, അത് നടക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോഴത്തേനും ഉള്ളത് 2 കോട്ടേജ് പോലെ ചെയ്തിരിക്കുന്ന 2 സ്പേസാണ്. ഫാമിലിയായിട്ട് വരുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ ഇരുന്ന് പുറത്ത് സ്നാക്സൊക്കെ വിൽക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ടുവന്ന് കഴിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ അത് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റുകൾ ഇടാനായിട്ട് ഡസ്റ്റ്ബിൻസ് വെച്ചിട്ടുണ്ട്. അതിൽ ഇടാൻ സൂക്ഷിക്കുക. അവർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ആണ് ചെയ്യുന്നത്. അത് നമ്മൾ വൃത്തികേടാക്കാതെ നോക്കുക. ചെല്ലുന്നവരുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞതുകൊണ്ട് ഫുൾ 2 സൈഡിലും നിറയെ ചെടികളും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പച്ചപ്പും ഹരിതാപയും എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതിൻ്റെ വോൾ ചെയ്തിരിക്കുന്നത് കണ്ടോ, ഇങ്ങനത്തെ ബ്രിക്കിലാണ്. അതും കാണാൻ നല്ല അടിപൊളിയാണ്. ബാത്റൂംസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് ഈ സൈഡിൽ തന്നെ നമ്മുടെ വെള്ളത്തിലോട്ട് ഇറങ്ങി നിൽക്കുന്ന 2 റെയിൻ ഷട്ടറുകളുണ്ട്. അത് വെള്ളത്തിലോട്ട് ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ്. അപ്പം നമുക്ക് അവിടെ നിന്ന് മ്യൂസിക് ഫൗണ്ടൈൻ ഷോ കാണാനായിട്ട് നല്ല ഒരു കാര്യമാണ് അതങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ലോങ് വ്യൂ എന്ന് പറയുന്നത്. പെയിൻറ്റിങ് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ചെറിയ പാറക്കല്ലൊക്കെ വെച്ച് നല്ലൊരു സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. പിന്നെ ഇവിടുത്തെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നതാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും അതിന് നടുക്ക് വരുന്ന ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ആണെന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ റെസ്റ്റോറൻ്റ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല. അതിനൊക്കെ കുറച്ചുകൂടി സമയം എടുക്കുമായിരിക്കാം. ഇവിടെയാണ് മ്യൂസിക് ഫൗണ്ടൈൻ ഷോ നടക്കുന്നത്. അത് നമുക്ക് രാത്രി 7 മുതൽ 7:20 വരെയുള്ളൂ. അപ്പം നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. മഴ കാലാവസ്ഥയൊക്കെ കൊണ്ട് നമ്മൾ പോയിട്ട് നേരത്തെ തിരിച്ച് പോകുന്ന ഷൂട്ട് ചെയ്തെടുത്തിട്ട് ഇനി അതൊന്ന് കാണാനൊരു ദിവസം പോകണമെന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. 2 സൈഡിൽ നിന്നും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകളാണ്. അതിൽ നല്ല പച്ച പുല്ലിൻ്റെ മാറ്റുണ്ടല്ലോ നമുക്ക്, അതാണ് നിരത്തിയിരിക്കുന്നത്. 2 സൈഡിൽ നിന്നും ഉണ്ട്. പിന്നെ പെഡൽ ബോട്ട് സർവീസുകളൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ അതൊന്നും ഇപ്പോൾ സ്റ്റാർട്ടായിട്ടില്ല. ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആൾക്കാർ വരുന്നതിൻ്റെ അനുസരിച്ചും ഒക്കെയാണ്. പാസും കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല. മുന്നോട്ട് ആളുകൾ കൂടി വരുമ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പം എന്തായാലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ 2 ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് പോലെയാണ് വരുന്നത്. പക്ഷേ ഇപ്പം അതൊന്നും ഓപ്പൺ ആയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ.
അടിപൊളി ഒരു വ്യൂ ആണ്. പിന്നെ ഇനിയുള്ള ഏറ്റവും വലിയ സംശയം ഇവിടേക്ക് എങ്ങനെ എത്തും എന്നുള്ളതല്ലേ. കോട്ടയത്ത് നിന്ന് വരുന്നവർക്കാണെങ്കിൽ കവണാറ്റിൻകര പാലം കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിലോട്ടൊരു വഴിയുണ്ട്. ഒരു 800 മീറ്റർ 3/4 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ വൈക്കം ചേർത്തല ഭാഗത്തു നിന്ന് വരുന്നവർക്കാണ് ചീപ്പുങ്കൽ പാലം കഴിഞ്ഞിട്ട് ആദ്യം കാണുന്ന വലത്തോട്ടുള്ള റോഡിലൂടെ പോയാൽ മതി. ഒരു 3/4 കിലോമീറ്റർ ചെല്ലുമ്പോഴാണ് ഈ സ്ഥലം വരുന്നത്. മെയിൻ റോഡിൻ്റെ അവിടെ അവർ ഓൾറെഡി ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ മതിലുകളാണ്. നമ്മൾ ഒരിടത്തും അങ്ങനെ കാണാത്ത രീതിയാണ്. നെറ്റിനുള്ളിൽ മിറ്റിലാണ് നിറച്ചിരിക്കുന്നത്. ഹോൾ മതിലും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതും എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ. നമ്മൾ ഒരിടത്തും കണ്ടില്ല. പിന്നെ ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞതിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ ഒരു സംഭവം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കാണാനായിട്ട്. പിന്നെ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വീഡിയോസ് ഇടാനുള്ള പ്രചോദനം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ബൈ.